ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ഏഴാമത്തെ എപ്പിസോഡിൽ അങ്ങനെ അടുത്ത 4 കണ്ടസ്റ്റൻസും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതെ, 24 കണ്ടസ്റ്റൻസുമായി തുടങ്ങിയ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് 4 കണ്ടസ്റ്റൻസ് ആണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അതെ, ഇനി ഓരോ ദിവസങ്ങളിലും ശക്തരായ പലരും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കടക്കും മുൻപ് തന്നെ അഗ്നിപരീക്ഷയിൽ വെച്ച് പുറത്തായ ആ 4 പേർ ഇവരൊക്കെ തന്നെയാണ്. ആസ് യൂഷ്വൽ ഇന്നും എവിക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഓരോ ടോപ്പിക്കുകൾ നൽകി ഓരോ കണ്ടസ്റ്റൻസിനും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. എവിക്ഷൻ നടക്കുന്നത് ഇന്നത്തെ ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ ടോട്ടൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും എവിക്ഷൻ നടക്കുന്നത്. അതുപോലെ ഇന്നത്തെ എവിക്ഷൻ ടാസ്കുകളും മൊത്തത്തിൽ ഇന്ന് അവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കി ടോട്ടൽ ഒരു 6 കണ്ടസ്റ്റൻസിനെയാണ് ഇന്ന് ഡേഞ്ചർ സോണിലേക്ക് വിട്ടിരുന്നത്. ആ ഒരു 6 പേരിൽ നിന്നും 4 പേരാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ആദ്യം തന്നെ റൈബൻ ഒരു സേഫ് ഗെയിം കളിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ ലഭിച്ച സമയങ്ങൾ വേണ്ട ഒരു രീതിയിൽ ഉപയോഗിച്ചില്ല, വേണ്ട രീതിയിൽ സംസാരിച്ചില്ല, പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെയാണ് റേബനെ പുറത്താക്കുമ്പോൾ ജഡ്ജസ് ആയിട്ടുള്ള അഖിൽ മാരാർ, അതുപോലെ തന്നെ റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് എന്നിവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അഗ്നിപരീക്ഷയിൽ നിന്നും ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എത്തുമെന്ന് പ്രതീക്ഷിച്ച അഭിറാമാണ്. ഫിറ്റ്നസ് മേഖലയിൽ നിന്നും എത്തി, എന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അഭിറാമിനെ ഈ ഒരു സീസൺ അല്ലെങ്കിൽ സീസണിലേക്ക് എത്തുന്നതിന് മുൻപ് അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോകാൻ സാഹചര്യമായത്. വന്നപ്പോൾ മുതൽ പല ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പോലും അഭിറാമിന് പ്രോപ്പറായിട്ട് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ. സോ ഹെൽത്ത് ഇഷ്യൂസും മൊത്തത്തിലുള്ള പ്രകടനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അഭിറാമിനെയും എവിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നയന. പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ മാത്രം അഭിപ്രായങ്ങളോ നിലപാടുകളോ അല്ലെങ്കിൽ ടാസ്കുകളിലെ പ്രകടനങ്ങളോ നയനയെ സഹായിച്ചില്ല ഈ ഒരു സീസണിൽ, അല്ലെങ്കിൽ അഗ്നിപരീക്ഷയിൽ പിടിച്ചു നിർത്താൻ മാത്രം. എനിവേസ് നയനയും പുറത്തായിരിക്കുകയാണ്. അടുത്തത് പുറത്തായിരിക്കുന്നത് അപർണയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാൻ ഇല്ല. ഒരു അഭിപ്രായങ്ങളോ നിലപാടുകളോ പ്രേക്ഷകർക്കോ അതുപോലെ തന്നെ ജഡ്ജസിനോ ഓർത്തിരിക്കാൻ ഒന്നും തന്നെയില്ല. ടാസ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒന്നും തന്നെ എടുത്തു പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷ കടന്നുകൂടാൻ മാത്രമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും തന്നെ അപർണയുടെ സൈഡിൽ നിന്നും എത്താത്തത് കൊണ്ട് തന്നെ അപർണയും ഈ ഒരു അഗ്നിപരീക്ഷയിൽ നിന്ന് എവിറ്റായിരിക്കുകയാണ്. സോ 6 പേരുണ്ടായിരുന്ന ഡേഞ്ചർ സോണിൽ നിന്ന് പ്രണവും അളകനന്ദയും സേവായിട്ട് റൈബൻ, അതുപോലെ തന്നെ അഭിറാം, നയന, അപർണ എന്നിവരാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. സോ കൂടുതൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.